ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. ഏറ്റുമുട്ടലിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. റെയ്സിയിൽ ബസ് ആക്രമിച്ച് 9 പേരെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ ജമ്മുകശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ജമ്മുകശ്മീർ കനത്ത സുരക്ഷാ വലയത്തിലാണ്. ബാരാമുള്ള ജില്ലയിലെ ഹാണ്ടിപ്പൂർ ഗ്രാമത്തിൽ ഇന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. സുരക്ഷാ സേനയിലെ അംഗങ്ങൾക്കും പരിക്കേറ്റു. ജമ്മുകാശ്മീർ പോലീസും CRPF-ഉം സേനാ വിഭാഗങ്ങളും തിരച്ചിൽ ആരംഭിച്ചതിന് പിന്നാലെ അപ്രതീക്ഷിതമായി ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. സംയുക്ത സേന തിരിച്ചടിച്ചതോടെയാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ കാടിനുള്ളിലേക്ക് രക്ഷപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതേസമയം പ്രദേശത്താകെ സമഗ്ര തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 9-ന് തീർത്ഥാടനം കഴിഞ്ഞ ബസ്സിൽ മടങ്ങിയ സംഘത്തിന് നേരെ റിയാസിൽ വെച്ചുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം 3 അക്രമങ്ങൾ കൂടി ഭീകരർ നടത്തി. കത്വ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിക്കാൻ സാധിച്ചിരുന്നു. തുടർന്ന് സംയുക്ത സേനാ വിഭാഗത്തിന്റെ ചെക്ക് പോസ്റ്റിന് നേരെയും സുരക്ഷാ സൈന്യത്തിന്റെ പട്രോളിംഗ് വാഹനത്തിന് നേരെയും അക്രമങ്ങളുണ്ടായി. ജമ്മു ഡിവിഷനിലെ കാടുകൾക്കുള്ളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ. അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൂടുതൽ സൈന്യത്തെ രംഗത്തിറക്കി സുരക്ഷ ശക്തമാക്കി. അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കാൻ നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ എത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീർ സുരക്ഷാ വലയത്തിലാണ്. ജനം, ഡൽഹി.